മലപ്പുറത്ത് വിവിധയിടങ്ങളിൽ കള്ളവോട്ട് ആരോപണം ഉയർന്നു. മൊറയൂരിൽ കള്ളവോട്ട് ചെയ്തതിന് മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തു. പുളിക്കലിൽ യുവതി കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച യുവതിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസർ മജിസ്ട്രേറ്റിന് പരാതി നൽകി. മലപ്പുറം ജില്ലയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ 77.41% വോട്ടുകൾ രേഖപ്പെടുത്തിയെന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. 9 മണിയോട് കൂടിയിട്ടായിരിക്കും അടുത്ത അപ്ഡേഷൻ ലഭിക്കുക. കഴിഞ്ഞ തവണത്തേക്കാൾ 1% കുറവാണ്. ഇത്തരത്തിൽ വോട്ടിംഗ് കഴിയുന്ന സമയത്താകുമ്പോഴത്തേക്ക് ചില തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ചില കള്ളവോട്ട് ശ്രമങ്ങളും ഒക്കെ ഉയർന്നു വരുന്നു. അതിന്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. കള്ളവോട്ട് ചെയ്തതിന് മുസ്ലിം ലീഗ് പ്രവർത്തനെതിരെയാണ് കൊണ്ടോട്ടി പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതായത് മലപ്പുറം മൊറയൂർ പഞ്ചായത്തിലാണ് കള്ളവോട്ട് ചെയ്തിരിക്കുന്നത്. ചേട്ടന്റെ പേരിലുള്ള വോട്ട് അനിയൻ ചെയ്തു എന്നാണ് പരാതി. അതായത് മുഹമ്മദ് മുസമ്മിൽ എന്ന് പറയുന്ന വിദേശത്തുള്ള ജ്യേഷ്ഠന്റെ വോട്ട് സഹോദരനായിട്ടുള്ള മുഹമ്മദ് മുസദിർ CK വോട്ട് ചെയ്തു എന്നാണ് അവിടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാർ ചലഞ്ച് ചെയ്തത്. അങ്ങനെ റിട്ടേണിംഗ് ഓഫീസറുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊണ്ടോട്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇരട്ട വോട്ട് കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലത്ത് കൊടിയത്തൂരിൽ വോട്ട് ചെയ്തതിനു ശേഷം രാവിലെ കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ വോട്ട് ചെയ്ത് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം മലപ്പുറത്ത് വലിയ പറമ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന റിൻഡു എന്ന് പറയുന്ന ഒരു യുവതിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ കൊണ്ടോട്ടി പോലീസിൽ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഇതിപ്പോൾ മജിസ്ട്രേറ്റിന്റെ പരിഗണനയ്ക്കായിട്ട് കൊണ്ടോട്ടി പോലീസ് കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു ആരോപണം അവിടെ ഉയർന്നു വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ പോളിംഗ് ബൂത്തിനകത്ത് വോട്ടിംഗ് മെഷീന് മുമ്പിൽ കുഴഞ്ഞു വീണ് മരിച്ച ഒരു ദാരുണമായ സംഭവം മലപ്പുറം ജില്ലയിൽ ഇന്ന് ഉണ്ടായിരുന്നു. മലപ്പുറം കൊണ്ടോട്ടി ചെറുകാവ് സ്വദേശി അഹമ്മദ് കോയയാണ് മരിച്ചത്.